പാതി മലയാളിയായ അനിൽ മേനോൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നടത്തിയ യാത്ര മലയാളികളെ സംബന്ധിച്ച് ഏറെ ആഘോഷിക്കപ്പെട്ട ഒന്നാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ മാറി. ഇപ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ മറ്റൊരു നേട്ടം കൂടി ഉണ്ടാവുകയാണ്. അനിൽ മേനോൻ ബഹിരാകാശത്ത് വളർത്തിയെടുത്ത പച്ചക്കറികൾ വിളവെടുപ്പ് നടത്തി പാകം ചെയ്തു. ഭാവിയിലെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ യാത്രികർക്ക് ഭക്ഷണ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനാകുമോ എന്ന സാധ്യതയാണ് അനിൽ മേനോന്റെ നേതൃത്വത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. ബഹിരാകാശത്ത് തന്റെ രണ്ടാമത്തെ ആകാശ നടത്തം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അനിൽ മേനോന്റെയും സംഘത്തിന്റെയും ഈ നേട്ടം. ഭാവിയിലെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷണം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാകുമോ എന്നതിന്റെ സാധ്യതയാണ് ഇവിടെ തുറക്കുന്നത്. Previous experiments where we've grown different types of lettuces and vegetables, there are sometimes some differences with the plants that grow up here without gravity versus how they grow on Earth. Here is Simple Cooking by Jessica Meir in Spain. ജൂലൈ 14-നാണ് ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ തന്റെ ആദ്യ ബഹിരാകാശ യാത്ര ആരംഭിച്ചത്. സോയൂസ് MS-29 ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട സംഘം മണിക്കൂറുകൾക്കകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഏകദേശം 8 മാസം നീളുന്ന ഈ ദൗത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ വിജയമാണ് അനിൽ മേനോൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമായി നാസയുടെ പ്രത്യേക വെജി പ്ലാന്റ് ഗ്രോത്ത് സിസ്റ്റം ഉപയോഗിച്ചാണ് ബഹിരാകാശ നിലയത്തിൽ ഈ പച്ചക്കറികൾ വിളവെടുത്തത്. സാധാരണ മണ്ണോ സൂര്യപ്രകാശമോ ഇല്ലാത്ത ശൂന്യാകാശത്ത് പ്രത്യേക LED ലൈറ്റുകളുടെയും റീസൈക്കിൾ ചെയ്ത ജലത്തിന്റെയും സഹായത്തോടെയാണ് ഈ അത്ഭുത കൃഷി വിജയിപ്പിച്ചെടുത്തത്. കെയിൽ, വസാബി, മസ്റ്റാർഡ് തുടങ്ങിയ ഇലക്കറികളാണ് ഇത്തരത്തിൽ വിജയകരമായി വിളവെടുത്തത്. വിളവെടുപ്പിന് ശേഷം ഈ പുതിയ പച്ചക്കറികൾ ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തിൽ വെച്ച് തന്നെ അവർ രുചികരമായ ഒരു ഭക്ഷണവും തയ്യാറാക്കി. അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പച്ചക്കറികൾ നട്ട് വിളവെടുത്തു കഴിച്ചതിന്റെ വിവരങ്ങളാണ് അനിൽ മേനോൻ പുറത്തുവിട്ടത്. എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ അനിലും സഹയാത്രികയായ ജെസിക്ക മേയറും ISS-ൽ വളർത്തിയെടുത്ത കെയിലും വസാബി മസ്റ്റാർഡ് ഇലകളും വിളവെടുക്കുന്നത് കാണിച്ചു. ഇതുപയോഗിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നതും കാണാം. ഏകദേശം 1 മാസം എടുത്ത് ISS-ൽ കൃഷി ചെയ്തതാണ് ഇത്. ഇതുവരെ ഞങ്ങൾ പാചകം ചെയ്തതിൽ ഏറ്റവും മികച്ച ഭക്ഷണമായിരിക്കും ഇത് എന്ന അടിക്കുറിപ്പോടെയാണ് അനിൽ മേനോൻ ഇത് എക്സിൽ കുറിച്ചത്. വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മേനോൻ ഇങ്ങനെ പറയുന്നു: ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഫാം ടു ടേബിൾ ലളിതവും രുചികരവുമായ ഭക്ഷണം തയ്യാറാക്കുന്നു. ഈ കെയിലും വസാബി മസ്റ്റാർഡും ISS-ൽ 1 മാസത്തോളം വളർത്തിയതാണ്. കുറച്ചിലകൾ വിളവെടുത്ത് പരീക്ഷിച്ചു. ഇതുവരെ ഞങ്ങൾ ബഹിരാകാശത്ത് പാകം ചെയ്തതിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഇത്. വളർത്തൽ പ്രക്രിയയിൽ മാർഗനിർദ്ദേശം നൽകിയ നാസ വെജി ടീമിന് നന്ദി. ഭാവിയിലെ ബഹിരാകാശ യാത്രകൾക്ക് സഹായകമായ ലളിതമായ കഴിവുകൾ പഠിപ്പിച്ചതിനും നന്ദി. സിനിമയിലെ കഥാപാത്രമായ മാർക്ക് വാട്നി ഇത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അഭിമാനിച്ചേനെ എന്ന് തമാശ രൂപേണ അനിൽ മേനോൻ ഇതിനോടൊപ്പം കുറിക്കുകയും ചെയ്തു. ചൊവ്വയിൽ കുടുങ്ങിപ്പോകുന്ന ശാസ്ത്രജ്ഞൻ അവിടെ കൃഷി ചെയ്ത് ജീവൻ നിലനിർത്തുന്ന സയൻസ് ഫിക്ഷൻ ഹോളിവുഡ് സിനിമയാണ് ദി മാർഷ്യൻ. ബഹിരാകാശ യാത്രികനായ മാർക്ക് വാട്നി ഒരു ദൗത്യത്തിനിടെ ചൊവ്വയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. സഹയാത്രികർ അദ്ദേഹം മരിച്ചെന്ന് കരുതി ഭൂമിയിലേക്ക് മടങ്ങുന്നു. എന്നാൽ വാട്നിക്ക് ജീവനുണ്ടായിരുന്നു. പരിമിതമായ ഭക്ഷണവും വിഭവങ്ങളും ഉപയോഗിച്ച് ചൊവ്വയിൽ കഴിയുന്നത്ര കാലം അതിജീവിക്കാനും സ്വന്തം ഭക്ഷണം കൃഷി ചെയ്യാനും അദ്ദേഹം ശ്രമിക്കുന്നു. ഭൂമിയിലെ നാസ ശാസ്ത്രജ്ഞരും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമം ആരംഭിക്കുന്നു. ഇതാണ് ആ സിനിമയുടെ പ്രമേയം. ഇതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതാണ് ആ എക്സിൽ ആ പോസ്റ്റിനൊപ്പം അനിൽ മേനോൻ കുറിച്ചിരിക്കുന്നതും. എന്താണ് ഈ പരീക്ഷണത്തിന്റെ പ്രാധാന്യമെന്ന് നോക്കിയാൽ, ഈ പരീക്ഷണം നാസയുടെ വെജി പ്ലാന്റ് ഗ്രോത്ത് ചേംബറിലാണ് നടക്കുന്നത്. സൂക്ഷ്മ ഗുരുത്വാകർഷണാവസ്ഥയിൽ സസ്യങ്ങൾ എങ്ങനെ വളരുന്നു, അവയുടെ വളർച്ചയെ എന്തെല്ലാം ഘടകങ്ങൾ സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ സംവിധാനം ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറമുള്ള സ്ഥലങ്ങളിലേക്കുമുള്ള ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഈ ഗവേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ദൗത്യങ്ങളിൽ പാക്ക് ചെയ്ത ഭക്ഷണത്തോടൊപ്പം പുതിയ പച്ചക്കറികൾ കൃഷി ചെയ്ത് ഭക്ഷിക്കാനാകുന്നത് പോഷകങ്ങൾ ലഭ്യമാക്കാനും ബഹിരാകാശ യാത്രികരുടെ മാനസിക ഉന്മേഷം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഭാവിയിൽ ബഹിരാകാശത്ത് തന്നെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വലിയ അളവിൽ ഭക്ഷണം ബഹിരാകാശത്തേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിനും സഹായിക്കും. കഴിഞ്ഞ ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് വീണ്ടും ചരിത്രം രചിച്ചിരുന്നു അനിൽ മേനോൻ. തന്റെ കരിയറിലെ രണ്ടാമത്തെ ബഹിരാകാശ നടത്തത്തിനാണ് അനിൽ മേനോൻ ഇറങ്ങിയത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരി സോഫി എഡനോഡ് ആണ് മേനോനൊപ്പം ദൗത്യത്തിൽ പങ്കെടുത്തത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ നിർണായകമായ ആശയവിനിമയ സംവിധാനത്തിന്റെ ഭാഗമായ സ്പേസ് ടു ഗ്രൗണ്ട് ആന്റിന മാറ്റിസ്ഥാപിക്കുകയായിരുന്നു ഈ നടത്തത്തിന്റെ ലക്ഷ്യം. ഹൂസ്റ്റണിലെ മിഷൻ കൺട്രോൾ സെന്ററിനും ബഹിരാകാശ നിലയത്തിനുമിടയിൽ
ഡേറ്റ കൈമാറുന്നതിനും അതിവേഗ ആശയവിനിമയത്തിനും നാസ ഉപയോഗിക്കുന്ന നിർണായക സംവിധാനമാണ് ഇത്. ദൗത്യം ഏതാണ്ട് 6.5 മണിക്കൂർ നീണ്ടു. അനിൽ മേനോനൊപ്പം ദൗത്യത്തിനിറങ്ങിയ സോഫി എഡനോട്ടിന്റെ ആദ്യ സ്പേസ് വാക്കായിരുന്നു ഇത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശാസ്ത്രത്തിന്റെ അതിരുകൾ ഭേദിച്ചുള്ള അനിൽ മേനോന്റെയും സംഘത്തിന്റെയും ഈ മുന്നേറ്റം വരും തലമുറയിലെ ബഹിരാകാശ ഗവേഷകർക്ക് വലിയൊരു പ്രചോദനമാണ് ഉണ്ടാക്കുക. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കെയിലും വസാബി മസ്റ്റാർഡ് ഗ്രീൻസും വളർത്തിക്കഴിഞ്ഞ അനിൽ മേനോന്റെ ഈ പരീക്ഷണം ഒരു പച്ചക്കറി കൃഷി പരീക്ഷണം മാത്രമായിരിക്കില്ല. മനുഷ്യർക്ക് ഭൂമിക്ക് പുറത്ത് ദീർഘകാലം ജീവിക്കാൻ സഹായിക്കുന്ന ഒരു നിർണായക ഗവേഷണത്തിന്റെ തുടക്കം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.